ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. പലപ്പോഴും നമ്മൾ ജീവിതയാത്രയിൽ വളരെ ഉത്സാഹഭരിതരായിക്കൊണ്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങാറുണ്ട്. പല പ്ലാനുകളും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡായി തോന്നിയും ആ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുകയും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാറുണ്ട്. ആലോചിച്ച് നോക്കിയേ, എത്രയോ പ്ലാനുകൾ അങ്ങനെ ഉപേക്ഷിച്ച് തുടങ്ങി വെച്ചു, ഉപേക്ഷിച്ചു, ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പലപ്പോഴൊക്കെ ഓർമ്മകളായിട്ട് വരും, അത് ഞാൻ അന്നൊക്കെ തുടങ്ങി വെച്ചതാണ്, പക്ഷെ വിചാരിച്ചത്ര എളുപ്പമല്ല, അതിൻ്റെ തടസ്സങ്ങളും കാര്യങ്ങളും എനിക്ക് എന്നെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു എന്നിങ്ങനെ ഓർമ്മകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ വീക്കാക്കുന്ന ഓർമ്മകൾ ഉണ്ടാക്കുന്ന എത്രയോ പദ്ധതികൾ ഉപേക്ഷിച്ച് നമ്മുടെ ഓർമ്മകളിലുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? എന്തുകൊണ്ടാണ് ഒരു പ്ലാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകുന്നത്? ഒരു കാര്യം കേട്ട് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ആ കാര്യം ചെയ്യാനുള്ള പൂർണ്ണമായ ആ ഒരു പ്രാഗൽഭ്യം, കഴിവ് എനിക്കുണ്ടോ? അതിനെ തുടർന്നു പോകാനുള്ള ഒരു ദൃഢത, ഒരു പ്രതിജ്ഞാബദ്ധത, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിറവേറ്റാനുള്ള ഒരു ശക്തി, അത്ര വലിയ സങ്കല്പശക്തിയൊക്കെ എനിക്കുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. കാര്യം കേൾക്കുമ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രമാത്രം. അങ്ങനെ നിസ്സാരമായ ഒരു കാര്യത്തെ കേൾക്കുകയും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിൽ നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റാതാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോവുകയും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുടങ്ങും. ആ കാര്യങ്ങളൊക്കെ നടക്കാത്ത, പൂർത്തിയാകാത്ത കാര്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ചിന്തകളായിട്ട് മാറും. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും, ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് അത് ചെയ്യാനുള്ളത്ര ആ ഒരു നിരന്തരം ആ കാര്യത്തെ ചെയ്തു പോകാനുള്ളത്ര ആ ഒരു എഫിഷ്യൻസി, പ്രഗൽഭ്യം എൻ്റെ കയ്യിലുണ്ടോ? അതിന് വേണ്ടത്ര കഴിവുകൾ എൻ്റെ കയ്യിലുണ്ടോ? എനിക്കത് സാധിക്കുമോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. ഇനി ആ കഴിവുകളുണ്ടായാൽ മാത്രം പോരാ, ആ കഴിവുകളെ നിരന്തരം പ്രവർത്തിക്കാനുള്ള ഒരു ദൃഢത എനിക്കുണ്ടായിരിക്കണം, തുടർച്ചയായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമുക്ക് ഒരു കാര്യം നേടാൻ പറ്റൂ. അതായത്, 1, ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അതിന് നിരന്തരമായിരിക്കുന്ന അഭിരുചി, താല്പര്യം ഉണ്ടായിരിക്കണം. 3, ദൃഢത ഉണ്ടായിരിക്കണം, ചെയ്തേയിരിക്കൂ. ദൃഢത എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സൈഡ് സീനുകളായിട്ട് പ്രതീക്ഷിക്കാത്ത പല പല പ്രശ്നങ്ങളും വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമൊന്നുമല്ല ജീവിതയാത്രയിൽ വരിക. പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് തുടങ്ങില്ലായിരുന്നു, ഞാനിങ്ങനെ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കാതെ ഓരോ പ്രശ്നവും അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടാണ് വരുന്നത്. സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ്, അതാണ് ദൃഢത എന്ന് പറയുന്നത്. പ്രശ്നങ്ങളില്ലാതൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവല്ല, പ്രശ്നം വരട്ടെ, ആ പ്രശ്നമാണ് നമ്മളെ ശക്തരാക്കുന്നത്, അതാണ് നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, അതിലൂടെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഒന്നിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമെടുത്താലും വിജയത്തിലെത്താൻ സാധിക്കും. അല്ലാതെ ഇതിലേതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. വിജയികളൊക്കെ തന്നെ തോൽവിയില്ലാതെ വിജയിച്ചവരാരും ഈ സൃഷ്ടിയിലില്ല. ഒരു കാര്യത്തിൽ 10 പ്രാവശ്യം തോറ്റു, 10 പ്രാവശ്യം തോറ്റു എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ അവർ തോൽക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുന്നു. 10 പ്രാവശ്യമല്ലേ തോറ്റുള്ളൂ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 11ാമത്തെ പ്രാവശ്യം ചെയ്യാൻ തയ്യാറാകുന്നവർ, 12ാമത്തെ പ്രാവശ്യം ചെയ്യാൻ തയ്യാറാകുന്നവർ, അവരാണ് വിജയികൾ. അങ്ങനെ നിരന്തരം പോകാനുള്ള കഴിവിൻ്റെ പേരാണ് ദൃഢത അഥവാ ദൃഢപ്രതിജ്ഞ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും, എന്ത് പദ്ധതിയാണെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട കഴിവുകളെ സ്വന്തമാക്കുക, ഉള്ള കഴിവുകളെ ഉണർത്തുക, താല്പര്യത്തോടു കൂടി നിരന്തരം പ്രവർത്തിക്കുക, ദൃഢതയിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഏത് പ്ലാനും നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും. 3 കഴിവുകളും ഉണർത്തിക്കൊണ്ട് സദാ വിജയികളായി നിങ്ങൾ മാറട്ടെ. ഓം ശാന്തി.